ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിലൊരു സാമ്പാർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ പരിപ്പൊന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. പരിപ്പിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതാ ചെറിയൊരു ഇഞ്ചി കഷ്ണം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10-12ഓളം ചെറിയുള്ളി തൊലി കളഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 4ഓളം വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്കൊരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ് കേട്ടോ. ഒരു 1/4 സ്പൂണോളം കായപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. തേങ്ങ വറുത്തെടുക്കാൻ ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ അതിലേക്ക് ഞാനൊരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ചെറിയ ജീരകം കൂടെ ഞാനൊരു 1/4 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ. ഒരു 4 ചെറിയുള്ളിയും ഒരു 4 വെളുത്തുള്ളിയും കൂടെ തൊലി കളഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതങ്ങനെ അത് വറവായിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെണ്ടക്ക കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ പച്ചക്കറിയായിട്ട് വെണ്ടയ്ക്കയും അതേപോലെ തന്നെ ഈ തക്കാളിയും മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. വേറൊരു പച്ചക്കറി നമ്മൾ ഇതിലേക്ക് വേറെ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതങ്ങനെ ആദ്യം വെണ്ടയ്ക്ക ഇട്ടിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് സാമ്പാർ പൊടി ആവശ്യമാണ്. ഞാനിവിടെ ഒരു 1.5 സ്പൂൺ സാമ്പാർ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ മസാലപ്പൊടിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിതവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. പരിപ്പ് വേവിച്ചെടുത്തപ്പോൾ നമ്മൾ ഉപ്പിട്ടതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുത്താൽ മതി. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ അതങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതങ്ങനെ തേങ്ങയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഇതിലേക്ക് കായപ്പൊടിയാണ് കേട്ടോ. ഒരു 1/4 സ്പൂണോളം കായപ്പൊടിയും കൂടെ ഞാൻ വീണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് വെട്ടി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു തള വരുമ്പം തന്നെ നമുക്ക് ഓഫാക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുകൊന്ന് വറുത്തിടണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാനിതിലേക്ക് 1/4 സ്പൂണ് കടുകും അതേപോലെ തന്നെ ഉലുവയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 വറ്റൽമുളകും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ഒരു പിടി മല്ലിയിലയും കൂടെ ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കറിവേപ്പിൻ്റെലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സാമ്പാർ പൊടിയാണ് കേട്ടോ. ഒരു സ്പൂണ് സാമ്പാർ പൊടിയും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിൽ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതങ്ങനെ ഞാൻ കറിയിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും വെണ്ടയ്ക്കയും തക്കാളിയും മാത്രം ഉണ്ടെങ്കിലും നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.